ലജ്ജ കൂടാതെ വീണു നമസ്കരിച്ചിടണം. കാരണം അവരുടെ മുഖാരബിന്ദങ്ങളിൽ നിന്ന് ഗുരുമുഖ പത്മവാക്യം, ഗുരുവിൻ്റെ മുഖത്തിൽ ആ വാക്യങ്ങൾ മുഴുവൻ ഭഗവത് നാമങ്ങൾ മാത്രമാണ്. ഇനി ഇതിനെ ഭഗവാനെ കിട്ടുന്ന ആ ഗുരുവിൻ്റെ ഇതിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ നമുക്ക് ആദ്യം എന്താണ് ഉണ്ടാവേണ്ടത്? ഇപ്പം നമുക്കിപ്പോൾ ഭഗവാൻ ഗുരു, ഇപ്പം നമ്മളൊക്കെ വന്നിരിക്കുന്നുണ്ട്. നമുക്ക് എന്താണ് യഥാർത്ഥത്തിൽ നമുക്ക് ഒരു കാര്യം ആവശ്യമുണ്ട്? അതെന്താ? പറയാം, ഓക്കെ. പക്ഷെ വിശ്വാസം ദൃഢമായ ഗുരു ഈ സാധു പറയുന്നത് സത്യമാണ്, ശാസ്ത്രത്തെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അതിൽ ഒരു ചെറിയ സംശയം ഉണ്ടാവരുത്. സംശയം ഗീതയിൽ പറയുന്നില്ല ഭഗവാൻ, അത് ബുദ്ധിനാശം. ഇവിടെ ഇരിക്കുമ്പോൾ ഗുരുമുഖത്തിൽ നിന്നും വരുന്നത് സാക്ഷാൽ ആ ഗോലോകപതിയായ ആ ഭഗവാനെ കുറിച്ചിട്ടുള്ള കാര്യമാണ്. അതിൽ ഇതാ ഞാൻ സദാസന്നിധനായി ഇരിക്കുന്നു എന്നുള്ള ദൃഢമായ ആ വിശ്വാസം ഉണ്ടാവും. ഇനി ഞാൻ ഈ ഗുരുവിൻ്റെയും ഈ ശിഷ്യൻ്റെയും ചെറിയൊരു കഥ പറയാം. വളരെയധികം ഇഷ്ടമായൊരു കഥയാണ്, ഹൃദയത്തിൽ തട്ടിയിട്ടുള്ളൊരു കഥയാണ്. കാരണം വൃന്ദാവന ധാമത്തിൽ ഒരു ആശ്രമമുണ്ടായിരുന്നു. ആ ആശ്രമത്തിൽ ഒരു സാധു എപ്പോഴും ഭഗവാനെക്കുറിച്ച് വർണ്ണിച്ചു കൊണ്ടേയിരിക്കും. അവിടെ ഗോസേവ ചെയ്യുന്ന ഒരു കൊച്ചു ബാലൻ, ചെറിയൊരു കുട്ടി, അവന് 5-6 വയസ്സ്. അവൻ ഏതു സമയത്തും അവന് കൊടുക്കുന്ന സേവ അത് ആത്മാർത്ഥമായി അവൻ ചെയ്യും. അവൻ ആത്മാർത്ഥമായിട്ട് എന്നെ ഏൽപ്പിച്ച സേവയാണ് ആ ഗോസേവ കംപ്ലീറ്റ് ആത്മാർത്ഥമായി ചെയ്ത് ആ കുട്ടി ആ കഥ കേൾക്കാൻ വന്നിരിക്കും. അപ്പം നമ്മളൊക്കെ കഥ കേൾക്കാൻ ഇരിക്കല്ലേ. പക്ഷേ ആ കുട്ടി എങ്ങനെയായിരിക്കുക എന്നറിയും? ഏറ്റവും ബാക്കിൽ പോയി അവൻ വളരെ ശ്രീ ചൈതന്യ മഹാപ്രഭു പറഞ്ഞ മാതിരി തൃണാദവി സുനീചേന തരോരവി സകൃഷ്ണൻ, അവൻ അതുമാതിരിക്കും. അവനൊന്നും അറിയില്ല, അവൻ വേദങ്ങൾ പഠിച്ചിട്ടില്ല, അവന് യാതൊന്നും അറിയില്ല. പക്ഷേ അവനൊന്നറിയാം, എൻ്റെ ഗുരു പറയുന്നത് ഭഗവാനെ കുറിച്ചിട്ടുള്ള. അവൻ കണ്ടിട്ടില്ല, അവൻ ഈ ചിത്രത്തിൽ മാത്രമാണ് ഭഗവാനെ കാണുന്നത്. അപ്പം ഗുരു പറയാണ്, ഭഗവാൻ സാക്ഷാൽ ഭഗവാൻ, ഭഗവാന്റെ ആ അംഗവൈകല്യ ഭംഗിയെക്കുറിച്ച് അങ്ങ് പാടും. എങ്ങനെ? ശ്യാമം ധൃതങ്കലളിതം നിയത പ്രകാശം. ഇങ്ങനെ ഭഗവാന്റെ ആ മുകുടം, ആ ഭഗവാനെ അലങ്കരിച്ച മുഖങ്ങൾ, ആ ഭഗവാന്റെ താമരയിതളായുള്ള കണ്ണുകൾ, ത്രിഭംഗമായുള്ള രീതിയിലുള്ള ശരീരം, ഓടക്കുഴലൂതി നിൽക്കുന്നത്, ഗോക്കൾ വന്ന് ഭഗവാനെ നിൽക്കുന്നത്, ആ ഗോക്കളുടെ ഭക്തി പോലും ഭഗവാനെ ചാരി നിൽക്കുമ്പോൾ ആ ഗോക്കൾ പോലും ഭഗവാനെ അങ്ങനെയല്ല, ആ ചരണത്തിലേക്കാണ് നോക്കുന്നത്. ഗോമാത ഭഗവാന്റെ ചരണാരവിന്ദത്തിലേക്ക് തിരിഞ്ഞു നോക്കും. നമ്മൾ ഫോട്ടോ കണ്ടിട്ടില്ലേ? അതിലേക്കൊന്നിങ്ങനെ തിരിയും. എപ്പോഴും ആ ഗോമാത പോലും ആ ഭഗവാന്റെ ചരണാരവിന്ദത്തിലേക്കാണ്. ഇത് ഈ കൊച്ചു ബാലൻ്റെ ഹൃദയത്തിലേക്കാണ് ഇങ്ങനെ കൊള്ളും. അവന് ഭഗവാന്റെ രൂപം സംഗതി. അപ്പോഴാണ് പറയുന്നത്, ഗുരു പറയുന്നു, ഇവിടെ ഭഗവാനെ കാണണമെങ്കിൽ വൃന്ദാവനത്തിൻ്റെ ഏതു സ്ഥലത്തും ഭഗവാനുണ്ട്. ഗോക്കളെ മേച്ചു നടക്കുന്ന ആ ഗോവിന്ദൻ ഭാണ്ഡീരവനത്തിൽ ഈ കൊച്ചു ബാലന് അവിടെയാണ്, ഒരു സംശയമില്ല. അവൻ ഭാണ്ഡീരവനത്തിൽ എപ്പോഴും പശുക്കളെ മേയ്ക്കാൻ പോകാറുണ്ട്. ഈ ഗുരു പറയുകയാണ്, ദൃഢനിശ്ചയമായി ഭഗവാനെ ഗോവിന്ദ ദാമോദര മാധവേദി, ഗോവിന്ദൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ആ സേവ നടത്തിയാൽ ആ ഗോവിന്ദൻ അവിടെ പ്രകടമായിരിക്കും. പിറ്റേ ദിവസം ഈ കൊച്ചുബാലൻ ഭാണ്ഡീരവനത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഇങ്ങനെ തെളിച്ചിങ്ങനെ പോവുക. പൊളിച്ച പോണ സമയത്ത് ഈ കൊച്ചുബാലൻ ഓരോ മുൾക്കടലിൻ്റെ ഉള്ളിലേക്കും മരത്തിൻ്റെ അപ്പുറവും എൻ്റെ ഗുരു പറഞ്ഞ ഈ യശോദനന്ദനൻ, ഈ വെണ്ണക്കെട്ട് മോഷിച്ച ആ ബാലൻ, ആ യശോദനന്ദനൻ, ആ നന്ദപുത്രൻ്റെ ആ ഗോപാലൻ, ആ ഗോവിന്ദൻ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടാവോ എന്നുള്ള രീതിയിൽ നോക്കാൻ തുടങ്ങി. എവിടെയും കാണുന്നില്ല. ഞാൻ എന്നും വരുന്നുണ്ട്, ഇവിടെയും കാണുന്നില്ല. പക്ഷേ
വീണ്ടും ആ നാമജപം ജപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ദൂരത്തിൽ നിന്ന് ഒരുപാട് ഗോക്കൾ ഓടി ഓടി വരുന്നത് കാണും. ഈ കൊച്ചുപോലെ വിചിത്രമായ ഗോക്കൾ ഓടി വരുന്നതിൻ്റെ ഇടയിൽ അതാ നിൽക്കുന്നു ശ്യാമസുന്ദരൻ അവൻ്റെ മുമ്പിൽ. അത് കണ്ടുകൊടുക്കനെ അവന് വളരെയധികം ആനന്ദമുണ്ടാവും. ആ കാട്ടിൻ്റെ ഉള്ളിൽ അതിമനോഹരമായ പരിമളം, ഇന്ന് വരെ കാണാത്തത്, അവൻ കാണാത്ത രീതിയിലുള്ള കാഴ്ചകൾ. ചിത്രശലഭങ്ങൾ പറന്നു നടക്കുന്നു, മാൻകുട്ടികൾ ഓടി നടക്കുന്നു, മയിലുകൾ പീലി വീഴ്ത്തിക്കൊണ്ടാടുന്നു. ഞാൻ ഇന്ന് വരെ കാണാത്ത വിചിത്രമായ ഒരു സംഭവം. ചെടികളെല്ലാം പൂത്തുലഞ്ഞു നിൽക്കുന്നു. അവനൊരു ഏതോ ഒരു സ്വർഗീയമായ ആനന്ദം അവൻ അനുഭവപ്പെടും. അവൻ്റെ അടുത്ത് വന്ന് ആ നന്ദപുത്രൻ തോളിലങ്ങ് കൈയിടുമ്പോഴേക്കും അവൻ്റെ രോമമെല്ലാം അങ്ങ് നീക്കും. അതിനുശേഷം ആ ഗോപാലനന്ദൻ വസുദേവപുത്രൻ ചോദിക്കും, നിന്റെ പേരെന്താ? അപ്പോൾ പറയും, എൻ്റെ പേര് ബന്ധു. അപ്പോൾ ഇത് കേട്ടോടക്കനെ ഉണ്ണിക്കണ്ണൻ ഭയങ്കര ചിരി. ബന്ധു, ഭഗവാന്റെ പേരാണ് ദീന ബന്ധു. അപ്പോൾ ബന്ധു, എല്ലാവർക്കും ബന്ധു ഞാനാണ്. നിന്റെ പേരും ബന്ധുവാണോ? അതെ, എൻ്റെ പേരെന്താന്ന് എനിക്കറിയില്ല. ഞാൻ ഒരുപാട് സേവകളൊക്കെ ചെയ്ത് എല്ലാവരെയും സഹായിക്കുമ്പോൾ എല്ലാവരെയും ഞാൻ ഗുരു പറയണമായിട്ട് കേട്ട് ഇരുത്തും, പ്രസാദം വിളമ്പി കൊടുക്കും. എല്ലാവരും എന്നെ ബന്ധു 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 എന്ന് വിളിക്കും. അങ്ങനെ എൻ്റെ പേര് ബന്ധുവായി. നിൻ്റെ നല്ല പേര് ബന്ധു എന്ന് ഞാൻ തീർച്ചയായും. അപ്പോഴും ഇവൻ ചോദിക്കും, ഈ ബന്ധു ചോദിക്കും, യശോദാമ്മയുടെ മകൻ തന്നെയല്ലേ? അതെ, ഞാനാണ്. വെണ്ണ മോഷ്ടിച്ച ആ കണ്ണൻ തന്നെയല്ലേ? അതെ, തന്നെയാണ് ഞാൻ. ഗോക്കളെയൊക്കെ അഴിച്ചുവിട്ട് ഓടിച്ച് കുസൃതി കാണിക്കുന്ന കണ്ണൻ തന്നെയല്ലേ? അതെ. കാളിയൻ്റെ തലയിൽ നൃത്തമാടിയ കണ്ണൻ തന്നെയല്ലേ? അതെ. കാരണം ഭാഗവതത്തിൻ്റെ ഓരോ 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 ലീല കഥകളും അവൻ ഭഗവാനോട് ചോദിച്ചു കൊണ്ടേയിരിക്കും. കാരണം അവന് ഭാഗവതത്തിൻ്റെ ശ്ലോകങ്ങളൊന്നും അറിയില്ല. കാളിയമർദ്ദനം നടത്തിയ കണ്ണനല്ലേ? ശരിക്ക് യശോദനന്ദനായ ആ വസുദേവപുത്രനായ ആ ഗോപാലനെ പൂർണ്ണമായി മനസ്സിലാവും, ഇവൻ എൻ്റെ ഭക്തനാണ്, എൻ്റെ എല്ലാ ലീലകളും ഇവന് മനഃപ്പാഠമാണ്. അതേ. അപ്പോഴും പറയും, ബന്ധു, എനിക്ക് വല്ലാത്ത വിശപ്പ്, വല്ലതും കൊടുന്നിട്ടുണ്ടോ? അപ്പം പറയും, ആ കൊടുന്നിട്ടുണ്ട്. ഞാൻ കഴിക്കുന്ന 2 റൊട്ടി ചപ്പാത്തി ഉണ്ട്, നമുക്കത് ഭാഗിച്ച് കഴിക്കാം. എടുക്ക്, എനിക്ക് ഭയങ്കര വിശപ്പ്. ഒരു ചപ്പാത്തി കൊടുക്കും. ആ ഒരു ചപ്പാത്തി ഭഗവാൻ എങ്ങനെയാ? അങ്കാനിയസ്യ സകലേന്ദ്രിയ വൃത്യമന്തി. അത് എടുത്ത് ഇടത്തെ കൈ കൊണ്ട് അങ്ങ് മുറിക്കും. ഇടത്തെ കയ്യിലുള്ള അങ്ങ് കിടിക്കും, ഇങ്ങോട്ടും കിടിക്കും. ഭഗവാൻ എന്താ? ഇടത്തുണ്ടോ വലത്തുണ്ടോ എല്ലാം അതും ബന്ധു തരുന്നത് കഴിക്കും. ഒരു ചപ്പാത്തി കൊണ്ട് ഒന്നും ആവണില്ല ബന്ധു, എനിക്ക് വിശക്കുന്നു. അയ്യോ, കണ്ണാ, ഇത് എനിക്കുള്ളതാ, എനിക്കും വിശക്കുന്നുണ്ട്. ഇത് ഞാൻ നിനക്ക് എങ്ങനെയാ തരിക? അപ്പം ഞാൻ വിശക്കില്ലേ? എന്നാ ഒരു കാര്യം ചെയ്യാം, പകുതിയാ, നീ പകുതി കഴിച്ചു, പകുതി ഞാൻ കഴിക്കാം. അങ്ങനെ പകുതിയും കഴിക്കും. എന്നിട്ട് പറയും, കണ്ണാ, ഞാൻ സമയമായി, എനിക്ക് ഗോകുലത്തേക്ക് പോകണം. അയ്യോ ബന്ധു, എനിക്കും പോകണം. എന്നെ ഇപ്പോൾ ഓരോ ക്ഷേത്രത്തിലും 12 മണി കഴിഞ്ഞു, ഇനി 4 മണിക്കാ. ഭഗവാൻ അവിടെയാണല്ലോ വൃന്ദാവനത്തിൽ 12 മണി ക്ലോസ്, പിന്നെ 4 മണി അല്ലേ വൃന്ദാവനത്തിൽ തുറക്കും. അപ്പോൾ ഭഗവാൻ അവിടെ ഹാജരാവണം. അപ്പോൾ ഭഗവാൻ പറയും, ഞാനും പോകുന്നു. പക്ഷേ ബന്ധു, നാളെ നീ വരില്ലേ? നീ എൻ്റെ മിത്രമാണ്, നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടുണ്ട്. അപ്പം ബന്ധു പറയും, കണ്ണാ, എനിക്ക് ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ കളിക്കൂട്ടുകാരനാണ് നീ. ഞാനിവിടെ ഒറ്റയ്ക്ക് വരുമ്പോൾ ഈ കാട്ടിലെല്ലാം പൂക്കളെ മേടിച്ച് പോകുമ്പോൾ ഒറ്റയ്ക്കായി. ഇപ്പോൾ നീയും കൂടി ഉണ്ടാകുമ്പോൾ എന്ത് രസാ. പക്ഷേ ബന്ധു, നാളെ വരുമ്പോൾ കുറേ റൊട്ടി കൊണ്ടുവരണം. എന്നും അല്ല, തീർച്ചയായും ഞാൻ ഒരുപാട് കൊണ്ടുവരാം. അങ്ങനെ ബന്ധു ആശ്രമത്തിലേക്ക് പോകും. ആശ്രമത്തിൽ പോയി പിറ്റേ ദിവസം ബന്ധു ആശ്രമത്തിൽ കുക്ക് ചെയ്യുന്ന സേവ ചെയ്യുന്നതിനൊരു മെയിൻ ആളുണ്ടാവും.
അവരുടെ അടുത്ത് ചെന്നിട്ട് പറയും, ഈ ബന്ധു തന്നെ ആകെ ഒരു ചെറുതാ, പറയും എനിക്ക് 2 ചപ്പാത്തി പോരാ, എനിക്ക് 6 വേണം, ഇന്ന് വെണ്ണ വേണം, അതുമാതിരി രസഗുള വേണം. അപ്പം ഇതെന്താ ബന്ധു, നീ ആകെ 2 കഴിക്കാറ്? അപ്പം ഇത് പറയും, ഈ ബന്ധു ഇനി എന്തെങ്കിലും വല്ലവർക്കും കൊടുക്കുന്നുണ്ടോ എന്ന് വിചാരിച്ച് ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് പറയും. ഗുരു ബന്ധുവിന് 6 ചപ്പാത്തി അതൊക്കെ വേണമെന്നാ പറയണത്. ബന്ധു ഇവിടെ വാ. എന്തിനാ നിങ്ങൾക്ക്? അതോ ഞാൻ യശോദാനന്ദനെ കണ്ടു, യശോദാനന്ദനെ ഒരുപാട് റൊട്ടി വേണമെന്നാ എന്നോട് പറഞ്ഞിരിക്കുന്നത്, വെണ്ണ വേണമെന്നാ. ഗുരുവിന് അങ്ങ് നമ്മളുടെ വൃന്ദാവനത്തിലെ ആരെ പറ്റിയിട്ടാണ് നീ പറയുന്നത്? ഏത് യശോദയുടെ മോനെ പറ്റിയിട്ടാ ഗുരു അങ്ങ് ക്ലാസ്സിൽ പറയുന്നില്ലേ, യശോദാനന്ദൻ ശ്യാമം ധൃതങ്ക ലളിതം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള അതേ നന്ദൻ മഹാരാജിന്റെ പുത്രൻ. ഞാൻ അവനോടൊക്കെ ചോദിച്ചു, നീ കാളിയമർദ്ദനം നടത്തിയിട്ടുള്ള കൃഷ്ണൻ തന്നെയല്ലേ? ഒക്കെ ആണെന്ന് പറഞ്ഞു. പക്ഷേ ഗുരുവിന് ഉറപ്പായും ഒരാളോട് പൂർണ്ണ വിശ്വാസമാണ്, ബന്ധുവിനോട്. അവൻ ഒരിക്കലും കളവ് പറയില്ല. ഗുരു പറയും, ബന്ധു ഒരു കാര്യം നീ എനിക്ക് ചെയ്തു തരൂ. എന്താ ഗുരു വേണ്ടത്? അവനെ നാളെ ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരൂ. ഇത് കേട്ടോടക്കനെ ബന്ധുവിന് എന്തെന്നല്ലാത്ത സന്തോഷം വരും. എത്രയോ പണ്ഡിതന്മാരായ കുട്ടികൾ ഇവിടെ അവരെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഈ ഗുരുവും കണ്ടിട്ടുണ്ടാവും കൃഷ്ണനെ എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഈ ബന്ധു ഇരിക്കുന്നത്. പക്ഷേ എല്ലാവരും കണ്ട ആ ഗോകുല ബാലനെ എൻ്റെ ഗുരു എന്നോടല്ലേ പറഞ്ഞിരിക്കുന്നത് ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരാൻ. അത്ര സന്തോഷം. ഗുരു നാളെ ഞാൻ അവനെ ഇവിടെ കൊണ്ടുവരും, അവൻ എൻ്റെ മിത്രമാ. ശരി, ചെല്ലും. അങ്ങനെ വൃന്ദാവനത്തിൽ ഭണ്ഡീരവനത്തിൽ ചെന്ന് ബന്ധുവിനെയും കാത്ത് ആ ഉണ്ണിക്കണ്ണൻ അവിടെ ഇരിക്കുന്നുണ്ടാവും. ബന്ധു ഓടക്കുഴലും ഊതിക്കൊണ്ട് ആ ശ്യാമസുന്ദരൻ ബന്ധുവിൻ്റെ വരവും കാത്തിരിക്കുകയാണ്. ബന്ധു എന്താ ലേറ്റായി? അത് പറയാം, ഗുരുവായിട്ട് ഞാൻ കുറച്ച് കുശലാന്വേഷണം വർത്താനമൊക്കെ ഉണ്ടായിരുന്നു, അത് ഞാൻ ഇപ്പം പറയാൻ. കണ്ണ നീ ഇത് കഴിക്കി, ഒരുപാട് കൊണ്ട് ആ ബന്ധു ഇന്ന് എല്ലാം കൊടുത്തിട്ടുണ്ടല്ലോ. അങ്ങനെ ബന്ധു പറയും, കണ്ണൻ പറയും, നീ വാരിത്താ ബന്ധു. അങ്ങനെ ബന്ധു ആ ചപ്പാത്തി എടുത്ത് വെണ്ണയിൽ മുക്കി കണ്ണൻ്റെ വായിൽ വെച്ചു കൊടുക്കും. അതിമനോഹരമായ ആ കണ്ണൻ അത് കഴിക്കും. കണ്ണൻ അതുപോലെ ബന്ധുവിനും വാരി കൊടുക്കും. ആ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറയും, കണ്ണാ നീ എൻ്റെ ഒറ്റ മിത്രമല്ലേ? അതേ ബന്ധു, ഞാൻ നിൻ്റെ മിത്രം തന്നെയാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ ചോദിച്ചാൽ നീ എനിക്ക് സാധിച്ചു തരൂ. നമ്മളൊക്കെ കണ്ണനെ കണ്ടു കഴിഞ്ഞാൽ എന്താ ചോദിക്കുക? പല വരങ്ങളാണല്ലേ, വരങ്ങൾ. എൻ്റെ ധർമ്മസങ്കടങ്ങൾ മാറ്റിത്തരണം കൃഷ്ണ, എൻ്റെ കുട്ടിക്ക് നല്ല ഉദ്യോഗം കിട്ടണം കൃഷ്ണ. അങ്ങനെയാണ് ബന്ധു ചോദിക്കുന്നത്. എന്താണെന്നറിയൂ? എനിക്ക് ഒരു കാര്യം നീ സാധിച്ചു തരൂ. എൻ്റെ ഗുരു പറഞ്ഞിട്ടുണ്ട്, നിന്നെയും കൂട്ടി ആശ്രമത്തിലേക്ക് ഇന്ന് വരണം. ഇത് കേട്ടോടക്കിനെ പറയും, ബന്ധു ഞാൻ നിന്റെ മാത്രമാണ് ബന്ധു. അതൊന്നുമില്ല, ഞാൻ ഇവിടെ. പറ്റില്ല ബന്ധു, പറ്റില്ല. കാരണം ഞാൻ നിന്റെ ബന്ധുവാണ്, നിന്റെ മിത്രമാണ് ഞാൻ, നീയാണ് എൻ്റെ മറ്റുള്ളതൊന്നും ബാധകമല്ല. ഇത് കേട്ടോടക്കനെ ബന്ധുവിന് എന്തെന്നില്ലാത്ത സങ്കടം വരും, ഭയങ്കരമായ സങ്കടം. നീ വരില്ലേ കണ്ണാ? ഞാൻ പറഞ്ഞത് നീ കേൾക്കില്ലേ? നീ എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് വരില്ലേ? എനിക്ക് അവിടേക്കൊന്നും വരാൻ നേരമില്ല ബന്ധു. നീ വിളിച്ചാൽ എവിടെയും ഇവിടെ എവിടെയുണ്ട് നിന്റെ കൂട്ടം. മതി, നീ ഒന്നും കഴിക്കണ്ട. അതൊക്കെ തട്ടിപ്പറയും. നീ ഒന്നും കഴിക്കണ്ട, ഇതൊക്കെ എൻ്റെ ഗുരു തന്നതാ. അപ്പം ഗുരുവിനെ ഇഷ്ടമല്ലല്ലോ, ഗുരുവിൻ്റെ അടുത്തേക്ക് വരില്ലല്ലോ, അപ്പം നീ അത് കഴിക്കും വേണ്ട. അപ്പം കൃഷ്ണൻ പകുതി കഴിച്ചിട്ട് നിൽക്കണ റൊട്ടിൻ്റെ കയ്യിൽ അതും തട്ടിപ്പറിച്ച് മേടിക്കും. എന്നിട്ട് പറയും, അതും ഗുരു ഉണ്ടാക്കിയത്, അതും ഗുരുവാണ്, നീ കഴിക്കണ്ട. അത് കൃഷ്ണൻ മേടിക്കുമെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്ത് അതെടുത്ത് വായിലിടും. വായിലിടുമ്പോൾ ഇല്ല, ഇനി നിന്നെ എനിക്ക് കാണണ്ട. നിന്നെ കണ്ടത്
ഞാൻ എത്രയോ ദിവസങ്ങളോളം ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ നിന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് നിന്നെ കാണാൻ കഴിഞ്ഞത് എൻ്റെ ഗുരു കാരണമാണ്, എൻ്റെ ഗുരുവിൻ്റെ വാക്ക് കാരണമാണ്, എൻ്റെ ഗുരുവിൻ്റെ വചനങ്ങളിലൂടെയാണ് ഞാൻ നിന്നെ കണ്ടത് കൃഷ്ണ. എന്നിട്ടും നിനക്ക് അവിടെ വരാൻ പറ്റുന്നെങ്കിൽ ഞാൻ ഇനി നിന്നെ ആയിട്ടുള്ള എല്ലാ ബന്ധങ്ങളും തീർന്നു വിട്ടു. ബന്ധു നിശ്ചയമാണോ? നിശ്ചയം കണ്ട. ഇനി നിന്നെ ആയിട്ടില്ല. എല്ലാം വാരി കെട്ടിയിട്ട് ബന്ധു പറയും ഞാൻ പോവാം. ബന്ധു അങ്ങ് നടക്കും. നടന്ന് പോണ സമയത്ത് ബന്ധു തിരിഞ്ഞു നോക്കില്ല. ഞാൻ നോക്കില്ല. നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഗുരു ആദ്യമായിട്ടാണ് എന്നോടൊരു കാര്യം പറഞ്ഞത്, നിന്നെയും കൂട്ടിയിട്ട് അവിടെ വരാൻ. ഞാൻ തിരിച്ചു പോകുമ്പോൾ എത്ര നിന്നയാണ് കണ്ണ. ബന്ധു കണ്ണൻ വിചാരിക്കും ഇപ്പൊ നോക്കും. ബന്ധു അങ്ങ് അകലെ, കണ്ണനിൽ നിന്നും അകലെയാവും തുടങ്ങി. ഒരു ഭയങ്കരമായ ചിലമ്പിൻ്റെ നാദം ബന്ധുവിൻ്റെ ചെവിട്ടിൽ കേൾക്കും. ഓടി ആ ത്രിലോകനാഥൻ, എല്ലാ ദേവാദിദേവന്മാർക്ക് പോലും പ്രാപ്തമാക്കാൻ കഴിയാത്ത ആ ത്രിലോകനാഥൻ കയറി ബന്ധുവിൻ്റെ തോളിലാണ്. ബന്ധു ആ കാലും നടന്നോ ബന്ധു നിന്റെ ഗുരുവിൻ്റെ അടുത്ത്. തോളിലും പിടിച്ച് അങ്ങനെ ബന്ധു നടക്കും. കണ്ണൻ ബന്ധുവിൻ്റെ മുതുകിൽ കയറിയിരിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും? കണ്ണൻ തന്നെ നേരെ നടക്കില്ല. കണ്ണൻ എങ്ങനെയാണ് നടക്കുക എന്ന് പറയും, ഇവിടെ വെച്ചാൽ പിന്നെ ഒരു കാലില്ല, അവിടെ ടിങ് 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 ചെരിഞ്ഞിട്ടാണ് നടക്കും. ഒരു നേരെ നിൽക്കില്ല. അമ്മയുടെ മുമ്പിലാണെങ്കിലും നിൽക്കില്ല, ഗോപശ്രീകളുടെ മുമ്പിലാണെങ്കിലും നിൽക്കില്ല, പശുക്കളുടെ മുമ്പിലാണെങ്കിലും നിൽക്കില്ല. കാരണം എന്താ? എപ്പോഴും ടയർഡായിട്ട്. ഈ കണ്ണനെയും പിടിച്ച് നടക്കുമ്പോൾ ബന്ധു പറയും, കൃഷ്ണ എനിക്ക് നേരെ നടക്കാൻ പറ്റുന്നില്ല, ഞാനേ ഇപ്പോൾ ഇങ്ങനെ ആടിയിട്ടാണ് നടക്കണം. ബന്ധു നടക്കുക. അങ്ങനെ നടന്ന് ആ ആശ്രമത്തിൻ്റെ അടുത്തെത്തുമ്പോൾ അതിമനോഹരമായ പ്രകാശമായിരിക്കും ആ ആശ്രമത്തിന് ചുറ്റും. അതായത് വേദേശ ദുർലഭമതുർലഭമാത്മഭക്തോ. അതാ വരുന്നു ത്രിലോകനാഥൻ. ഗുരു കാണുകയാണ്. അതാ ആ ഭഗവാൻ സാക്ഷാൽ വേദമൂർത്തി, സാക്ഷാൽ ഭഗവാൻ വൈകുണ്ഠനാഥൻ, ആ ഗോകുൽഗപതി, ആ ഗോവിന്ദൻ ഇതാ തൻ്റെ ഭക്തൻ്റെ മുതുകിൽ കയറിക്കൊണ്ട് തൻ്റെ ആശ്രമത്തിലേക്ക് തൻ്റെ ഭക്തൻ കൊണ്ടുവരുന്നു എന്ന് കണ്ടപ്പോൾ ഗുരു ഓങ്ങ് തളർന്ന് ബോധം കെട്ടു. അയ്യോ കണ്ണ, എൻ്റെ ഗുരു ബോധം കെട്ട്, നീ ഏതെങ്കിലും വലിയ രൂപം കാണിച്ചു കൊടുത്തോ ബാക്കിൽ നിന്ന്? ഒന്നുമില്ലല്ലോ എന്ന് പറയും കണ്ണൻ. ഓടും രണ്ടാള്. വെള്ളം തെളിച്ച് കൊടുക്കുമ്പോൾ ആദ്യം തന്നെ ബന്ധുവിൻ്റെ ആ കാലിൽ ആ ഗുരു വീഴും. സാക്ഷാൽ വൈകുണ്ഠനാഥൻ തൊട്ടടുത്തിരിക്കുമ്പോൾ ആദ്യം ആ ഗുരു വീഴുന്നത് തൻ്റെ ശിഷ്യനായ ബന്ധുവിൻ്റെ തൃപ്പാദത്തിൽ. കാരണം ആർക്കും പ്രാപ്തിയാക്കാൻ കഴിയാത്തത് വളരെ നിഷ്പ്രയാസം കൊണ്ട് എൻ്റെ ശിഷ്യൻ എനിക്കായി ഇതാ ആ ഭഗവാനെ എൻ്റെ ആശ്രമത്തിൽ എത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വീണ്ടുമാണ് ആ ഭഗവാന്റെ തൃപ്പാദത്തിൽ. അപ്പോൾ ഭഗവാൻ പറയുന്നത്, എൻ്റെ ഭക്തൻ എവിടെയുണ്ടോ അവിടെ ഞാനുണ്ട്. ഒരിക്കലും എൻ്റെ ഭക്തന് നാശമില്ല എന്നുള്ള അർജുനനോട് പറയുന്നത്. നമ്മെ ഭക്ത പ്രണശതി. ഭഗവാനെ നമുക്ക് കിട്ടണമെങ്കിൽ ശരിക്ക് സാധുക്കളിൽ നിന്നുള്ള ആ ദൃഢവിശ്വാസം ഉണ്ടാവണം, പൂർണ്ണ വിശ്വാസം ഉണ്ടാവണം. ശ്യാമസുന്ദരനായ ആ ഭഗവാനെ പ്രാപ്തനാക്കണമെങ്കിൽ ശ്രീ ഗുരു ചരണ പത്മ കേവല ഭക്തി ഭക്തി ഗുരു ഇല്ലേ? ആ ഗുരുവിൻ്റെ ആ പാതാരബന്ധത്തിൽ ആദ്യം നമ്മളോട് പറയണം, ദയാകരോ ശ്രീ ചൈതന്യ അല്ലേ, ദയാകരോ, എനിക്ക് ദയ ചെയ്യൂ എന്നാണ്. ഏ ഗോവിന്ദ ഏ ഗോപാല, ആരും ഗാനമില്ലേ? എന്താണ്? ഏ ഗോവിന്ദ ഏ ഗോപാല കേശവ മാധവ
ദീനദയാ ദീനദയാൽ പ്രഭു ദീനദയാൽ ദീനദയാൽ പ്രഭു ദീനദയാൽ. ഭക്തൻ എത്രയോ രീതിയിൽ അത്രയും രീതിയിൽ ഭഗവാനെ കാണണമെന്നുള്ള ആ ഭക്തി, ദൃഢമായ ആ ഭക്തി, ആ ഭക്തിയുദ്ധ സേവന മനോഭാവം. ഭക്തി മാത്രം ഉണ്ടായാലും ഭഗവാനെ കിട്ടാൻ പ്രയാസം. ഭഗവാനോട് ശരിയായി ഭഗവാനെ കാണണമെങ്കിൽ ഭക്തിയുദ്ധ സേവന മനോഭാവം ഉണ്ടാവും. എന്തെങ്കിലും അപ്പം ഞാൻ എന്ത് സേവനം ചെയ്യണമെന്ന് വെച്ചാൽ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അതും സേവനമാണ്, ഇതും സേവനമാണ്, ഇവിടെ നിങ്ങൾ വന്നിരിക്കുന്നതും സേവനമാണ്. എല്ലാം നമുക്ക് സേവനം. ഇതേമാതിരി കീർത്തനം ചെയ്യുന്നത് സേവനമാണ്, പ്രസാദം ഓഫർ ചെയ്യുന്നത്, കുക്ക് ചെയ്യുന്നത് സേവനമാണ്, ആരതി ചെയ്യുന്നത് സേവനമാണ്. ഭഗവത് ഭക്തിയുദ്ധ സേവനം സത്സംഗത്തിൽ നിന്നും കിട്ടുന്നത് നമ്മൾ പ്രായോഗികമായി ചെയ്യാൻ നോക്കണം. അങ്ങനെയാവുമ്പോഴാണ് ഭഗവത് കാരുണ്യം ഉണ്ടാവുള്ളൂ. ഭഗവാനെ എന്തുകൊണ്ടാണ് ഈ ഗുരു, അതായത് സാധു വേണമെന്ന് പറയാൻ കാരണം എന്ന് പറയും, സഹസ ശീർഷ പുരുഷ അല്ലേ, സൂര്യകോടി സമപ്രഭനാണ് ഭഗവാൻ. കാരണം ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ഈ ചക്ഷസ് കൊണ്ട് എന്നെ കാണാൻ പറ്റില്ല, പ്രേമാഞ്ജന ചുരിത ഭക്തി വിലോചനേന അല്ലേ. അതായത് ഇതും വളരെ നടന്ന സംഭവമാണ്. ഇതൊരു കഥയായിട്ട് നമുക്ക് പറഞ്ഞു തരുമ്പോഴും ഭഗവാന്റെ ശരിയായ ഒരു നടന്ന സംഭവം. ജഗന്നാഥപുരിയിൽ പോയിട്ട് എല്ലാവരും ജഗന്നാഥ സ്വാമി നയന പദകാമി ഭവാസുമേ അല്ലേ, എല്ലാവരും ജഗന്നാഥനെ പ്രാർത്ഥിക്കാം. പക്ഷേ ഹരേ കൃഷ്ണ, അപ്പോൾ എല്ലാവരും ജഗന്നാഥനെ പ്രാർത്ഥിക്കുമ്പോൾ ആരാണ്? തുക്കാറാം പ്രാർത്ഥിക്കുന്നത് തൻ്റെ ഗുരുവിനെയാണ്. അവിടെയുള്ള എല്ലാ ഭണ്ഡാരിമാരും എന്തുകൊണ്ടാണ് തുക്കാറാം തൻ്റെ ഗുരുവിനെ ജഗന്നാഥപുരിൻ്റെ നടുവിൽ വെച്ച് പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിച്ച് സംശയമുണ്ടാവും. അപ്പോൾ തുക്കാറാം പറയും, ഒരു മെഴുകുതിരി കത്തിച്ചു കൊണ്ടുവരാൻ പറയും. ആ മെഴുകുതിരി കത്തിച്ച് ഒരു വ്യക്തി കൊണ്ടുവരും. നീ ആ തീയെ ഒന്ന് പിടിക്കാൻ പറയും. ആ തീയെ പിടിക്കുമ്പോൾ കൈ പൊള്ളും. ആ മെഴുകുതിരി പിടിച്ചോളാൻ പറയും. ആ മെഴുകുതിരി പിടിച്ചാൽ ആ തീയും മെഴുകുതിരിയുടെ കൂടെ പിടിച്ച പോലെയാണ്. ഇതാണ് സാധു, ഇതാണ് ഗുരു. ഈ ഗുരുവിൽ നിന്നാണ് നിനക്ക് ഈ ഇത്രയും സൂര്യകോടി സമപ്രഭനായ ഭഗവാനെ കിട്ടുള്ളൂ. അതാണ് എല്ലാവരും സാധു സംഘം, സത്സംഗം, സാധുക്കളുടെ വചനങ്ങൾ കേൾക്കണം എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ ഈ നിമിഷത്തിൽ ഒരു സാധു സംഘത്തെ കിട്ടാൻ എളുപ്പമായ മാർഗം എന്നറിയൂ? ഇപ്പോൾ അവിടെ നമുക്കൊരു സാധു സംഘം കിട്ടണമെങ്കിൽ എളുപ്പമായ മാർഗം ശീല പ്രഭുപാദരുടെ പുസ്തകങ്ങൾ നിരന്തരം വായിക്കുക. കൊച്ചു പുസ്തകങ്ങളും ഗീതയുമായിട്ടുള്ള പുസ്തകങ്ങൾ. ഇത് നമ്മളെ യഥാർത്ഥമായ പരിപൂർണതയുടെ പാതയിലേക്ക് എത്തിക്കും. അപ്പോൾ ശ്യാമസുന്ദര ഭഗവാൻ തീർച്ചയായും നിങ്ങളുടെ അടുത്തും ഉണ്ടായിരിക്കും. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പിന്നെ ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് ഒരു നാമം കൂടി ചെല്ലണം. കാരണം നമുക്ക് സേവനങ്ങൾ ചെയ്തിട്ടുള്ള ഒരുപാട് ബ്രഹ്മചാരികളും ഒരുപാട് സാധുവായ വൈഷ്ണവന്മാരും എല്ലാവരും ഇന്നൊരു സ്ഥലത്ത് വളരെയധികം കഷ്ടത അനുഭവിക്കുന്നുണ്ട് ഇല്ലേ, ഭയങ്കര കഷ്ടത അനുഭവിക്കുന്നു. അവരുടെ ആ ഡിവോഷൻ സർവീസ്, ഭഗവത് സേവനത്തിന് വീണ്ടും കരുത്തേൽക്കണം എന്നുള്ളത് നമുക്ക് ആരോടാണ് പ്രാർത്ഥിക്കേണ്ടതെന്നറിയും. ഇനിയും പറഞ്ഞുതരാം. ഭഗവാൻ ആൻഡ് ഭഗവാന്റെ ശക്തി ഇല്ലേ, ശക്തി ആൻഡ് ശക്തമാണ് ഇല്ലേ. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ശ്രീനാഥ്
എന്ന് പേര് വരാൻ കാരണം എന്താണെന്നറിയും? ഭഗവാൻ ശ്രീനാഥ്. ഐശ്വര്യം ഉണ്ട്. ശ്രീനാഥ്ജി നമ്മൾ ഹരികൃഷ്ണ മഹാമന്ത്രത്തിലുള്ളതാ ഹരി അല്ലേ? ഗ്ലോഥിനി പൊട്ടൻസി. അപ്പോൾ ആ പൊട്ടൻസി, ആ ശക്തിയോട് നമ്മൾ വളരെയധികം താഴ്ന്ന രീതിയിൽ അഭ്യർത്ഥിക്കണം. എനിക്ക് ഭഗവത് സേവനത്തിലും എന്നെ ഉയർത്തണം. അങ്ങനെ നമ്മൾ ആ ഭഗവത് ശക്തിയായ, ഗ്ലാധിനി ശക്തിയായ ആ ശ്രീനാഥ്ജി ആയ രാധയോട് അഭ്യർത്ഥിക്കണം. ഇതാ ഈ സേവനത്തിൽ ഉണ്ടാവുന്ന എല്ലാവരെയും സംരക്ഷിക്കാൻ അവിടുന്ന് കരുത്തേകണമേ, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണമേ എന്ന് അപേക്ഷിക്കുമ്പോഴാണ് രാമ ആൻഡ് കൃഷ്ണ, ദ ശക്തി, ദ സെൻറ്റർ, ഹരേ. ആ ഹരേ എന്നുള്ള ഒറ്റയായ ആഹ്ലാദിനി ശക്തി നമുക്കതിനായിട്ടുള്ള ആ ഭഗവാന്റെ ആ സേവനത്തിലേക്ക് തടസ്സങ്ങളൊന്നുമില്ലാതെ അതിലേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ടുപോകും. അപ്പോൾ ഇന്ന് തീർച്ചയായും ആ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിലൂടെ അവരുടെ എല്ലാ തടസ്സങ്ങളും മാറ്റിക്കൊടുക്കണേ എന്നുള്ള രീതിയിലായിരിക്കണം നമ്മളെല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അവർക്ക് വേണ്ടി തീർച്ചയായും പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇത് ഇവിടെ വരുമ്പോൾ ഈസ് ഗ്രേസ് എനിക്ക് വൈകുണ്ഠേശ്വര പ്രഭു എന്നോട് പ്രത്യേകം പറഞ്ഞ അവരെ കൊണ്ട് ജയിപ്പിക്കണം. കാരണം നമ്മളെല്ലാവരോടും ഉണ്ടാവേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ദയ എന്ന് പറയുന്നതുണ്ടല്ലോ, ആ ദയ ഉണ്ടാകണം. ദീന ദയാലു. കാരണം ദീനന്മാർ എന്ന് പറയുന്ന ആ വ്യക്തികളോട് തീർച്ചയായും നമുക്ക് ഒരു ദയ ഭഗവാനെ കാത്തോളണേ കൃഷ്ണ. ആ ഒരു രീതിയിലുള്ള നമ്മളുടെ കൂട്ടായ പ്രാർത്ഥന തീർച്ചയായും ശ്യാമസുന്ദരൻ കേൾക്കും. കാരണം 5G ആണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അത് 10G എന്നൊന്നുമല്ല, ചിലപ്പോൾ 100G. ഇവിടെ ഇരുന്ന ഒറ്റപ്പറയില്ല അവിടെ നിന്ന് കേൾക്കും അല്ലേ? അപ്പോൾ ആ ഭഗവാൻ ഏത് രീതിയിലും എപ്പോഴും ഭഗവാനിക്കാണ് വിട്ടുകൊടുക്കുക. നമ്മളെ കീർത്തനങ്ങളും നമ്മളെ പ്രാർത്ഥനകളും എല്ലാം ആത്മാർത്ഥമായിട്ട് ഭഗവാനിലേക്ക് അങ്ങ് വിട്ടുകൊടുക്കുക. ബാക്കി ഒന്നും ചിന്തിക്കരുത്. ഒരു കാര്യം പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തിലിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഭഗവാന്റെ സന്തോഷം. ഹരേ കൃഷ്ണ.